നമുക്കിന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ ബട്ടർ മസാല എങ്ങനെ തയ്യാറാക്കാം നോക്കാം. ചപ്പാത്തിക്കും പറാട്ടയ്ക്കുമൊക്കെ ഒരു കിടിലൻ കോമ്പിനേഷനാണ് നല്ല ക്രീമി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വഴറ്റിയെടുത്ത് അരച്ചെടുക്കണം. അതിനായി ഒരു പാൻ ചൂടാക്കി കുറച്ച് ബട്ടർ ആഡ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് ഒരു സവാള അരിഞ്ഞത്, 5 അല്ലി വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടണം, 10 അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തത്, കുറച്ച് മല്ലിയിലയുടെ തണ്ട്, ഇതെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. അണ്ടിപ്പരിപ്പ് ചൂടുവെള്ളത്തിലിട്ടാൽ വേഗത്തിൽ കുതിർന്ന് കിട്ടും. അതുപോലെ സവാള നൈസായിട്ട് അരിയൊന്നും വേണ്ട, നമുക്കത് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇതെല്ലാം ഒന്ന് വഴണ്ടു വന്നാൽ അധികം പുളിയില്ലാത്ത 2 തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി അടച്ചു വെച്ച് തക്കാളി ഒന്ന് സോഫ്റ്റ് ആകുന്നതുവരെ വേവിക്കണം. ഇപ്പോൾ തക്കാളി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം ഇത് അരച്ചെടുക്കാം. 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ പനീർ പീസുകൾ പൊട്ടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം പനീർ പീസുകൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി ബട്ടർ ഇട്ട് കൊടുത്ത് അതിലേക്ക് പനീർ പീസുകൾ ആഡ് ചെയ്യാം. ഈ ഭാഗം ഓപ്ഷണലാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഡയറക്റ്റ് കറിയിലേക്ക് ആഡ് ചെയ്താലും മതി പനീർ. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ പനീർ ഉടയാതെ നല്ല ടെക്സ്ചറിൽ കിടക്കും കറിയിൽ. ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഒരു സൈഡ് 1 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി. അതിനുശേഷം മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പനീർ പീസ് ലൈറ്റായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്ന് മാറ്റിവെക്കാം. അടുത്തതായി പനീർ ബട്ടർ മസാലയ്ക്കുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഓയിൽ ചൂടായാൽ 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കണം. ജീരകം പൊട്ടിത്തുടങ്ങുമ്പോൾ 2 ഏലക്കായും ബേ ലീഫും ആഡ് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ ബേ ലീഫ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത്. അതിനുശേഷം ഒരു സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ബട്ടർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സവാള ഒന്ന് വഴണ്ടു വന്നാൽ 4 അല്ലി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സവാള ബ്രൗൺ കളർ ആകുന്നവരെ ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ ടൈമിൽ നേരത്തെ വഴറ്റി വെച്ച സവാളയും തക്കാളിയും ഒക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഫൈനായിട്ട് അരച്ചെടുക്കാം. അണ്ടിപ്പരിപ്പ് കുതിരാൻ വെച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സവാള ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി പൊടികളുടെ പച്ചമണം മാറിയാൽ നേരത്തെ അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എണ്ണ തെളിയുന്നത് വരെ കുക്ക് ചെയ്യണം. ഇപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് തിളച്ച് വന്നാൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യണം. തക്കാളിയുടെ പുളിക്ക് അനുസരിച്ചാണ് പഞ്ചസാര ആഡ് ചെയ്യേണ്ടത്. ഇനി ഗരം മസാലയും കസൂരി മേത്തി ചെറുതായി ചൂടാക്കി പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ പനീർ ആഡ് ചെയ്യാം. പനീർ ആഡ് ചെയ്ത് ഇളക്കി 3 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. ഇപ്പോൾ എരിവും ഉപ്പും മസാലകളൊക്കെ പനീറിലേക്ക് പിടിച്ച് കറി നന്നായി കുറുകി വന്നിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറാണ്. അവസാനമായി ഒരു പിടി മല്ലിയില ആഡ് ചെയ്യാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. ഫ്രഷ് ക്രീം ചേർത്തില്ലെങ്കിലും അണ്ടിപ്പരിപ്പ് ചേർത്തുകൊണ്ട് നല്ല ക്രീമി ടെക്സ്ചർ തന്നെയാണ് നമ്മുടെ കറി. അതുകൊണ്ട് ഫ്രഷ് ക്രീം ഓപ്ഷണലാണ്. ഫ്രഷ് ക്രീം ചേർത്താൽ റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല ക്രീമി ടെക്സ്ചറിലുള്ള പനീർ ബട്ടർ മസാല നമുക്ക് റെഡിയാക്കാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.